നമസ്തേ. ഈയൊരു വീഡിയോയിൽ സാഖ്യ ദർശനത്തിലെ പ്രധാന ഗ്രന്ഥങ്ങളെ പരിചയപ്പെടാം. കപിലമുനിയാണ് സാഖ്യശാസ്ത്രത്തിൻ്റെ പ്രവക്താവ് എന്നാണ് പറയുന്നത്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥം സാഖ്യസൂത്രമാണ് എന്ന് അനുമാനിക്കുന്നു. ആ ഗ്രന്ഥം ലഭ്യമല്ലാത്തതുകൊണ്ട് ഇന്ന ഗ്രന്ഥമാണ് അദ്ദേഹം എഴുതിയത് എന്നുള്ള വിഷയത്തിൽ കുറേ വാദങ്ങളുണ്ട്. ഇവിടെ എനിക്ക് ലഭ്യമായ ഒരു പുസ്തകത്തിൽ നിന്നും, പ്രാമാണികമായ ഒരു പുസ്തകമാണ്, അതിൽ നിന്നും പരിശോധിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കപിലമുനി എഴുതിയ ഗ്രന്ഥമാണ് ഷഷ്ഠീതന്ത്രം. അതുപോലെ മറ്റൊരു ഗ്രന്ഥമാണ് തത്വസമാസഃ എന്ന് പറയുന്നു. ഇവിടെ ഷഷ്ഠീതന്ത്രം എഴുതിയത് പഞ്ചശിഖ ആചാര്യനാണ് എന്നും കാണുന്നുണ്ട്. അവിടെ എന്താണ് പ്രശ്നമെന്നറിയില്ല. അവിടെ ഗ്രന്ഥകർത്താവിൻ്റെ പേരിൽ രണ്ട് പക്ഷങ്ങൾ നിലനിൽക്കുന്നുണ്ടാകാം. അതുപോലെ സാഖ്യശാസ്ത്രത്തിൻ്റെ മുകളിൽ അനിരുദ്ധവൃത്തി, പഞ്ചശിഖസൂത്രം, സാഖ്യകാരിക, ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളുണ്ട്. സാഖ്യസ്യ മൂലസൂത്രാണാം ത്രയഃ വ്യാഖ്യാകാരാः ഭാഷ്യകാരാः പ്രസിദ്ധാः. സാഖ്യത്തിൻ്റെ മൂലസൂത്രങ്ങൾക്ക്, അതായത് കപിലമുനി പ്രണീതമായ മൂലസൂത്രങ്ങൾക്ക് പ്രധാനമായിട്ട് 3 ഭാഷ്യകാരന്മാർ പ്രസിദ്ധരാണ്. അനിരുദ്ധഃ, മഹാദേവഃ, വിജ്ഞാനഭിക്ഷുഃ. ഇതിൽ വിജ്ഞാനഭിക്ഷുവിൻ്റെ ഗ്രന്ഥമാണ് സാഖ്യപ്രവചന ഭാഷ്യമെന്ന് പറയുന്നു. കപിലമുനിയാൽ എഴുതപ്പെട്ട തത്വസമാസത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ പ്രസിദ്ധമായി 5 വ്യാഖ്യാനങ്ങളാണുള്ളത്. സാഖ്യതത്വവിവേചനം ശ്രീ സദാനന്ദഃ, തത്വയാഥാർത്ഥ്യദീപനം ശ്രീ ഭാവഗണേശഃ, സർവോപകാരിണീ ടീക, സാഖ്യസൂത്രവിവരണം, ക്രമദീപിക, തത്വസമാസ സൂത്രവൃത്തി. ഇവിടെ ഗ്രന്ഥകാരന്മാരെ പറയാത്ത ഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ ഗ്രന്ഥകാരൻ ആരാണെന്ന് തിരിച്ചറിയാത്ത ഗ്രന്ഥങ്ങളായിരിക്കാം. സാഖ്യസ്യോപരി സ്വതന്ത്ര നിബന്ധരൂപാः ഗ്രന്ഥാः. സാഖ്യസൂത്രങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ള ചില ഗ്രന്ഥങ്ങളുണ്ട്. സാഖ്യതത്വപ്രദീപിക, സാഖ്യതത്വപ്രദീപഃ, തത്വമീമാംസ, സാഖ്യപരിഭാഷ തുടങ്ങിയവയാണവ. സാഖ്യദർശനത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് സാഖ്യകാരിക. അതെഴുതിയത് ഈശ്വരകൃഷ്ണനാണ്. ഈ സാഖ്യകാരികയ്ക്ക് മുകളിൽ 7 വ്യാഖ്യാനങ്ങളുണ്ട്. മാഠരവൃത്തി ആചാര്യമാഠരൻ്റെ, യുക്തിദീപിക, ഗൗഡപാദഭാഷ്യം, ജയമംഗള, ചന്ദ്രിക എഴുതിയത് നാരായണതീർത്ഥഃ, തത്വകൗമുദി വാചസ്പതിമിശ്രഃ, സാഖ്യതത്വകൗമുദി എന്നറിയപ്പെടുന്നു, സുവർണസപ്തശാസ്ത്രം, പരമാർത്ഥഃ. ഇങ്ങനെയാണ് സാഖ്യശാസ്ത്രത്തിലെ പ്രധാന ഗ്രന്ഥങ്ങളെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നത്. നമസ്തേ.